ഹായ്, നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മള് നമ്മുടെ ഒരു സ്പിരിച്വൽ ജേർണിയില് നിങ്ങള് ദൈവത്തെ അറിയുന്ന ഒരു നിമിഷം, അല്ലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം, നിങ്ങളെങ്ങനെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തില്? ആ ഒരു ജേർണി എങ്ങനെയായിരിക്കും? ആ ജേർണിയിലൂടെ വരുന്ന വ്യത്യാസങ്ങള്, ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതൊന്ന് എൻ്റെ ഒരു അറിവിലൂടെ ഞാനൊന്ന് പങ്കുവെക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നമ്മുടെ ഒരു ദൈവം നമ്മളെ ദൈവത്തിലേക്ക്, ഭഗവാനിലേക്ക് ചേർത്ത് നിർത്തുന്ന ആ നിമിഷം, ആദ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറ്റും. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ, അതൊന്നും നമുക്ക് ശാശ്വതമല്ലാത്ത ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ജോലി, എന്തെങ്കിലും പദവി വഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു പദവി അതൊക്കെ ശാശ്വതമല്ല എന്ന് നമ്മളെ കാണിച്ചു തരും. ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്ന ഇതൊക്കെയായിരിക്കും. അപ്പോൾ ആ ഒരു നഷ്ടപ്പെടൽ വരുമ്പോൾ നമ്മൾ ശരിക്കും തകർന്നു പോകും. നമുക്ക് മനസ്സാകെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ അസ്വസ്ഥതമായിരിക്കും. ഹൃദയം ശൂന്യമായിട്ട് തോന്നും. ജീവിതം നമുക്ക് കൈവിട്ടു പോകുന്ന പോലെ തോന്നും. ഈ സമയത്തൊക്കെ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഇതൊരു സ്പിരിച്വൽ ജേണിയാണെന്നുള്ളത്. നമുക്ക് ഏതിനോടാണോ കൂടുതൽ അടുപ്പമുള്ളത്, ആ കാര്യങ്ങളായിരിക്കും ആദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിവൈൻ മാറ്റുന്നത്. അപ്പം ഹൃദയം തകരുന്ന വേദന നമുക്ക് ഏതിൽ നിന്നാണോ, ഏത് നഷ്ടപ്പെടുമ്പോഴാണോ നമുക്ക് അനുഭവിക്കുന്നത്, അതൊക്കെ ആയിരിക്കും ആദ്യം ഡിവൈൻ നമ്മളിൽ നിന്ന് മാറ്റുന്നത്. കാരണം ആ ഒരു അത്രമാത്രം സ്പിരിച്വലിൽ ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പം നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഡിവൈൻ നമ്മളെ ആദ്യം നമ്മുടെ ആ ഒരു തുടക്കം, നമ്മുടെ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പം ആദ്യം ഡിവൈൻ നമ്മളെ നന്നാക്കുന്ന ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ വേണ്ടാത്ത കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ജോലി, നമ്മുടെ പദവികൾ, ഇങ്ങനത്തെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുവാണ് ആദ്യം. അപ്പം ഇതൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് ആദ്യം നമുക്ക് ഭയങ്കര ദുരന്തമായിട്ട് തോന്നും. പിന്നീട് ഇത് പോകെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു മായാലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റി നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ്. നമുക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങും. കാരണം ഇതൊക്കെ പോയി തുടങ്ങുമ്പം നമ്മൾ തകരും. ആദ്യം സ്റ്റാർട്ടിങ് ടൈമിൽ എന്തായാലും നമ്മൾ തകരും. നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണിത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തിലൊക്കെയായിരുന്നു നമ്മൾ കൂടുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത്, അതൊക്കെ ഒരു അർത്ഥശൂന്യമായിട്ട് തോന്നും നമുക്ക്. അതിലൊന്നും അല്ലായിരുന്നു സന്തോഷമൊന്നും നമുക്ക് മനസ്സിലാവുന്നൊരു നിമിഷമാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. കാരണം ഒന്നും അല്ലായിരുന്നു നമുക്ക് മനസ്സിലായി തുടങ്ങും. വിഷാദത്തിലേക്ക്, നമ്മുടെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്ന പോലെ നമുക്കങ്ങ് തോന്നും. നമ്മുടെ ഉള്ളിലെ ആ ഒരു സോളിൻ്റെ ആ ഒരു നമ്മുടെ ഭഗവാന്റെ ആ ഒരു ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എല്ലാവരുടെയും ഉള്ളിൽ, ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ഒരു ഭഗവാന്റെ അംശമാണുള്ളത്. ആ ഒരു ശക്തി ഉണരുന്നതാണ് ഇതിനെല്ലാം കാരണമെന്ന് നമ്മൾ അറിയുന്ന നിമിഷമാണ് പിന്നീട് അങ്ങോട്ട്. സത്യം, ഭഗവാൻ എന്ന സത്യം എന്താണ്, അല്ലെ നമ്മൾ ഉള്ളിൽ ഉറങ്ങുന്ന ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം, ആ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന നിമിഷങ്ങളാണ് പിന്നീട് അങ്ങോട്ട്. ഈ ആദ്യത്തെ സ്റ്റേജിലൂടെ നമുക്ക് ഇത്രയും പെയിൻഫുള്ളായിട്ട് തോന്നിയാൽ അത് ഇച്ചിരി കടന്നു കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തുടങ്ങും. നമുക്ക് ആ ഒരു ഭഗവാനെ അറിയണമെന്നൊരു ചിന്ത മാത്രമേ പിന്നീട് വരത്തുള്ളൂ. ഭയങ്കരമായിട്ട് ഏകാന്തത നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു ഒറ്റപ്പെടലിലോട്ട് പോകും. അപ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യാത്ത പോലെ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരും.
കാരണം നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, നമുക്കാരുമില്ല, എല്ലാവർക്കും എല്ലാവരും ഉണ്ട്, എനിക്കാരുമില്ല എന്നൊക്കെ ഒരു തോന്നലായിരിക്കും. പക്ഷേ ഇതൊക്കെ മാറിയിട്ട് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പം നമുക്ക് ശരിക്കും ആ ഒരു ഏകാന്തതയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പഴയ വ്യക്തികളെ എന്താണ് പഴയ വ്യക്തികളിൽ നിന്നെല്ലാം അകലും നമ്മൾ. ആ ഒരു ബന്ധങ്ങളിലൊന്നും പിന്നൊരു അടുപ്പവും കാണത്തില്ല. പുറം ലോകത്ത് നിന്നൊക്കെ മാറി നമ്മളെപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും. നമ്മൾ നേരത്തേന്ന് വെച്ചാൽ ഭയങ്കര വിഷമം വരുമ്പം, ശരിക്കും ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഭഗവാനെ ഓർക്കും, പോയി വിളിക്കും, കരയും ഒക്കെ. അപ്പം ഈ സമയത്തോട്ട് നമുക്ക് മനസ്സിലാവും ആ സമയം മാത്രമല്ല ഈ ഒരു ശക്തി നമ്മുടെ ഉള്ളത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ഒരു ശക്തി. പിന്നെ എപ്പോഴും നമ്മുടെ ഓരോ ചുവടിലും ആ ഒരു സാന്നിധ്യം നമുക്ക് അറിഞ്ഞു തുടങ്ങും. കാരണം ഈ ഒരു സ്പിരിച്വാലിറ്റി പോയി കഴിയുമ്പം നമ്മുടെ ഓരോ ആപത്തിൽ നിന്ന് നമ്മളെ ഒരു കൈത്താങ്ങ് വന്ന് നമ്മളെ രക്ഷിക്കുന്നതൊക്കെ നമുക്കതൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് തുടങ്ങും. കാരണം ആരൊക്കെ നമ്മളെ എന്തൊക്കെ തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പം നമ്മളെ അറിഞ്ഞു തുടങ്ങുന്നത് അതുവരെ ഈശ്വരനെ മനസ്സിലാകില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോളിൻ്റെ ശക്തി, ആ ഒരു സോളിനെ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഭഗവാൻ എന്താണെന്നും ആ ഭഗവാന്റെ ഒരു നമ്മളോടുള്ള എന്താണ് ഒരു കണക്ഷൻ എന്താണെന്നും നമ്മൾ ഈ ഒരു ആപത്ത് സമയത്ത് മാത്രം ഓടിപ്പോയി കരഞ്ഞ് വിളിക്കുന്ന അല്ല ആ ഒരു ശക്തി. എപ്പോഴും നമ്മളിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളൊക്കെ അതൊക്കെ മനസ്സിലാവുന്ന സമയം, തിരിച്ചറിയുന്ന സമയമാണത്. ഈ ബാഹ്യലോകത്ത് നിന്ന് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാഹ്യലോകത്ത് നിന്ന് നമ്മളെ തിരിച്ചു പിടിക്കുകയാണ് ഭഗവാൻ നമ്മളെ. കാരണം നമ്മൾ ഓരോ അഡിക്ഷൻസിലോട്ടും, ഇപ്പം അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എല്ലാം നമുക്കിങ്ങനെ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ പണത്തിനോടായാലും അങ്ങനത്തെ എന്തിനോടൊക്കെയാണ് നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ളത്, അങ്ങനെയുള്ള ആ ഒരു നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നമ്മളെ ഭഗവാൻ തിരിച്ചു പിടിക്കുകയാണ് ഈ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ. ആ ഒരു നിമിഷം അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെ നമ്മളെ ഭഗവാൻ തിരിച്ചു പിടിക്കുന്നതാണ്, അല്ല നമ്മളെ ശിക്ഷിക്കുകയല്ല, നമ്മളെ കൈവിടുകയല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയമാണ് ഈ സ്പിരിച്വൽ ജേണിയിൽ ഒരു രണ്ടാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേനും. മനസ്സ് ഭയപ്പെട്ടാലും ഹൃദയം നൊന്താലും നമ്മൾ മനസ്സിലാക്കി തുടങ്ങും ഓരോ വീഴ്ചയിലും ഓരോ പാഠങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ഏകാന്തതയിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങുന്ന സമയമാണ്. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഒരു ഏകാന്തതയിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു വേദനയാണെങ്കിലും അതിലൂടെ നമ്മളൊരു സുഖങ്ങൾ കണ്ടെത്തുന്ന സമയമാണ്. കാരണം അതും നമുക്ക് ആ ഒരു ഭഗവാനായിട്ട് തരുന്ന ആ ഒരു കാരുണ്യമായിട്ട് നമുക്ക് തോന്നി തുടങ്ങും ആ ഒരു നിമിഷമൊക്കെ. അത്രമാത്രം നമ്മൾ ഈ ഒരു ജേണിയെ, ഇല്ലെങ്കിൽ ആ ഭഗവാൻ എന്നൊരു ശക്തി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോളിനെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്തിലേക്ക് നമ്മൾ ഇറങ്ങും. ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേനും. സ്റ്റാർട്ടിങ് പോലത്തെ പെയിൻഫുൾ അല്ല, പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങൾ കാണും ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ എന്നാലും സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ പുറമേ ഉള്ള ആ ഒരു ബാഹ്യശക്തികളിൽ നിന്നെല്ലാം നമ്മൾ വിട്ട് നമ്മളിങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും പെയിൻഫുള്ളായിട്ട് തോന്നത്തില്ല. നമ്മൾ സത്യത്തെ അറിയാൻ നടക്കും. പിന്നെ എന്താണ് ഈ ഒരു കണക്ഷൻ, ഭഗവാൻ നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, അതിലുള്ള സത്യം എന്താണ്, നമ്മുടെ സ്വയം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ തിരിച്ചറിയുന്ന നിമിഷമാണ് നമുക്ക് പിന്നെ അങ്ങോട്ട്. നമ്മുടെ ആ ഉള്ളിലുള്ള ശക്തി, ഉറങ്ങിക്കിടന്ന ആ ഒരു ശക്തി ഉണർന്ന് അങ്ങോട്ട് തുടങ്ങുന്നതിൻ്റെയാണ് ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ സത്യത്തെ അറിയാൻ നമ്മൾ നടക്കും. ഏതൊരു കാര്യത്തിലും നമ്മൾ അതിൽ സത്യം അറിയാൻ, അതിനെന്താണ് ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും തേടുന്നത്. പിന്നെ നമ്മുടെ അടുത്തുകൂടെ ആണെങ്കിലും ഏതെങ്കിലും ഒരു ജീവി പോയാൽ പോലും നമ്മൾ അതിനോടാണെങ്കിലും ഒന്ന് സംസാരിക്കും നമ്മൾ. കാരണം നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ മരങ്ങൾ, നമ്മുടെ ഈ ചെറിയ ചെറിയ ജീവികൾ, നമ്മൾ പറയില്ല മിണ്ടാപ്രാണികൾ, അല്ലെങ്കിൽ
ഇങ്ങനത്തെ സൂര്യരശ്മികളൊക്കെ അതുങ്ങളുടെ ഒക്കെ നമ്മൾ കഥ പറയാൻ തുടങ്ങും ആ സമയം. നമ്മൾ കൂടുതലും നമ്മുടെ പാർട്ടികളൊക്കെ നേരത്തേന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷനൊക്കെ വന്നാൽ അത് എത്രമാത്രം പൈസ ചിലവാക്കിയാലും എത്രമാത്രം ആൾക്കാരുടെ മുമ്പിൽ കുറച്ച് എന്താണ് നമ്മൾ പോലെ ഷോ കാണിക്കാനായാലും നമ്മളത് എത്രമാത്രം എൻജോയ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ കുറേ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കും, കുറേ ആൾക്കാരെ കൂട്ടി എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്നീട് പാർട്ടിയിലൊന്നും പങ്കെടുക്കാതെ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കും. ബഹളങ്ങളൊക്കെ കണ്ടാലും അതിൽ നിന്ന് അപ്പോഴേ മാറി നിൽക്കും. ഇതൊക്കെ ഒരു ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും. പാർട്ടികൾ, ഇങ്ങനത്തെ ബഹളങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും എപ്പോഴും മാറി നിൽക്കും. ആരൊക്കെ വിളിച്ചാലും ഒരു കല്യാണമാണേ അങ്ങനെ ഒരു ഫംഗ്ഷന് പോലും പോകാൻ താല്പര്യം തോന്നത്തില്ല. എപ്പോഴും നമ്മൾ നമ്മുടേതായ ആ ഒരു ലോകത്ത് മാത്രം ഇരിക്കാൻ നോക്കും. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഈ ഒരു നമ്മുടെ മൃഗങ്ങളോ ഇല്ലെങ്കിൽ പക്ഷികളോ എന്താണ് മരങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുങ്ങളോടൊക്കെ ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനൊക്കെ തോന്നും. ചിലപ്പോൾ ഈ സ്റ്റേജൊക്കെ കാണുമ്പോഴായിരിക്കും എല്ലാവരും നമ്മളോട് പറയുന്നത് ഇതാണ് വട്ടാന്നൊക്കെ പറയത്തില്ലയോ. അത് എന്താണ്, കാരണം അവർ നിൽക്കുന്ന ലോകം വേറെ, നമ്മൾ നിൽക്കുന്ന ലോകം വേറെ. നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ഒരു സോളും ആ ഓരോ ജീവജാലങ്ങളിലുള്ള സോളിനെ നമുക്ക് മനസ്സിലായി തുടങ്ങും. അവരോടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾക്ക് അവരുടെ ആ ഒരു കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചലനത്തിൽ നിന്ന് പോലും നമുക്ക് അവരുടെ ആ ഒരു എന്താണ് അവർക്ക് നമ്മളോട് പറയാനുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങും. ആ ഒരു എനർജിയിലേക്ക് നമ്മളെത്തും. നമ്മൾ ഈ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. നമ്മൾ ഇത്രയും നാളും മറ്റുള്ളവരെ തോൽപ്പിച്ചും ദ്രോഹിച്ചും നേടിയതൊക്കെ അത് എന്തിനായിരുന്നു ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ സ്വയം നമ്മുടെ ഒരു ആ ഒരു കാര്യം ചിന്തിക്കും. നമ്മൾ ആത്മപരിശോധന നടത്തും. ചെയ്തതൊക്കെ ശരിയായിരുന്നോ എന്ന് ചിന്തിച്ചു തുടങ്ങും. കരുണ, സ്നേഹം, ക്ഷമ എല്ലാം വർദ്ധിക്കും നമ്മുടെ മനസ്സിൽ. നമുക്ക് ഓരോ വ്യക്തികളിലൂടെയോ അല്ലെ വീഡിയോസിലൂടെയോ മെസ്സേജിലൂടെയോ ഒക്കെ എല്ലായിടത്തും നമുക്ക് മുൻപോട്ട് പോകാനുള്ള ആ ഒരു കറക്റ്റായുള്ള മെസ്സേജസ് ഡിവൈൻ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡിവൈനായിട്ട് ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസോ ഇങ്ങനത്തെ മെസ്സേജസോ ഒക്കെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുതന്ന് നമ്മളെ കാണിച്ചു തരും. ഈ ജേണിലൂടെ പൊക്കോളൂന്നോ. ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ വന്നാൽ പോലും ചില സമയത്ത് നമുക്ക് ഒരു കാരണമില്ലാതെ കരയാൻ തോന്നും. ചില സമയത്ത് ശാന്തമായിട്ടിരിക്കണം എന്ന് തോന്നും. ചില സമയത്ത് തോന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ നിഴല് പോലെ നമ്മുടെ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഓരോ ചുവടിലും ഭഗവാൻ ഉള്ളതുപോലെ തോന്നും. ചില സമയത്ത് തോന്നും ഭഗവാൻ ഒരുപാട് അകലെയാണെന്ന് തോന്നും. അപ്പം ഈ ഒരു സത്യപാതയിലേക്ക് എത്തിയതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. നമ്മൾ പിന്നീട് അങ്ങോട്ട് ചിന്തിക്കുന്നത് സത്യം മാത്രം മതി. നമുക്ക് നമ്മൾ പോകുന്നതും ചെയ്യുന്നതും സംസാരിക്കുന്നതും നമ്മുടെ പ്രവൃത്തികളും എല്ലാം സത്യങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ പിന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ. കള്ളങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നമുക്കെന്തോ ഭയങ്കര ഒരു തെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ആ ചെയ്യുന്നതെന്നൊരു തോന്നൽ വരും. അത്രമാത്രം നമ്മൾ സത്യത്തിനെ സ്നേഹിച്ചു തുടങ്ങും. നമ്മളൊരു ആത്മാവിൻ്റെ ശുദ്ധീകരണം നടന്ന സത്യപാതയിലേക്ക് കയറിയതിൻ്റെ ലക്ഷണമാണ് അത് ഏറ്റവും കൂടുതൽ നമ്മളെ കാണിക്കുന്ന സത്യത്തിൻ്റെ പാതയിൽ മാത്രം നമ്മൾ പോകുന്നത്. ഒരു കള്ളത്തരത്തിലും കൂട്ടു നിൽക്കത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കള്ളത്തരത്തിൽ കൂട്ടു നിന്നെങ്കിൽ പോലും അങ്ങനെ പോലും നമ്മൾ പിന്നീട് നിൽക്കത്തില്ല. കാരണം നമ്മൾക്ക് എന്താണ് സത്യം, ഭഗവാന്റെ ഒരു പാതയിലൂടെ പോകുന്നത്, ഭഗവാന്റെ ആ ഒരു ശരി മാത്രമേ നമ്മൾ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അതിനകത്ത് ഒരു കള്ളത്തരോ ചീറ്റിങ്ങോ ഒന്നും വരത്തില്ല. നമ്മുടെ ഒരു ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുന്നതാണ് ഈ ഒരു കരച്ചിലും ശാന്തതയും ചിരിയും. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് നമ്മളങ്ങ് ലയിച്ച് ചേരുവാണ്. നമ്മൾ ഏതൊരു വസ്തുവിലും ഭഗവാനെ തിരയാൻ തുടങ്ങും ആ സമയം. കാരണം നമുക്ക് ഏതിലും തോന്നും അതിൽ ഭഗവാനുണ്ട്. ഞാനതാ പറഞ്ഞു, ഓരോ ജീവജാലങ്ങളും നമുക്ക് തോന്നും. കാരണം അതെല്ലാം ഓരോ സോളില്ലേ. ഈ സോളെന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ ഒരു അംശമാണ്. അപ്പം നമ്മളെല്ലാം നമ്മൾ ഭഗവാനെ ആണ് അതിലെല്ലാം നമ്മൾ പിന്നെ കണ്ടു തുടങ്ങുന്നത്.
നമ്മൾ പുറമേ ഉള്ള സന്തോഷത്തെക്കാൾ കൂടുതൽ നമ്മളെപ്പോഴും ഈശ്വരൻ്റെ ഒരു ശബ്ദം കേൾക്കാൻ, ഇല്ലെങ്കിൽ ആ ഒരു സാമീപ്യം അറിയാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതും. നമുക്കെപ്പോഴും ആ ഒരു എന്താണ്, ഒന്നീ പ്രയറിൻ്റെ എന്തെങ്കിലും ഇതിങ്ങനെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. നമ്മുടെ മനസ്സിലായാലും ഒക്കെ ആ ഒരു ചിന്ത മാത്രമേ കാണൂ. പുറമേയുള്ള സന്തോഷങ്ങളൊന്നും നമുക്കൊന്നുമല്ല. നമുക്കെപ്പോഴും ഈ ഒരു ചിന്തയിൽ, ഈ ഒരു ഇങ്ങനത്തെ നല്ല നല്ല ഭക്തിയായിട്ടുള്ള എന്തെങ്കിലും നല്ല ഗാനങ്ങളൊക്കെ ഇട്ടിരിക്കാനും, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് അങ്ങനത്തെ അറിവുകളൊക്കെ കിട്ടുന്നെങ്കിൽ അതിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വ്യക്തികളുടെ ചിന്തകളേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കും. ഒരു വ്യക്തി ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇപ്പം നമ്മളൊരു വ്യക്തിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ സ്പിരിച്വലിറ്റിക്ക് മുമ്പ് നമ്മൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളിപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്, ഇത് ഞാൻ ചെയ്താൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ, ഈ പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ജീവിക്ക് പ്രയാസം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ആലോചിച്ച്, ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സത്യമല്ലാതെ വേറൊരു ദുർമാർഗങ്ങളും നമ്മൾ സ്വീകരിക്കത്തില്ല ആ സമയത്ത്. ഇങ്ങനത്തെയൊക്കെ ചിന്തകളായിരിക്കും ഏറ്റവും കൂടുതൽ. എന്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെ നമുക്ക് ഇതുവരെ ഉണ്ടായ ഓരോ വിഷമത്തിൽ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചിരിക്കും. കാരണം അത് മനസ്സിലാവും, ഇതിനായിരുന്നു ഭഗവാൻ എനിക്ക് ആ ഒരു വിഷമം തന്നത്, എനിക്ക് അതിൽ മനസ്സിലാക്കി. അപ്പം പിന്നീടായാലും ഓരോരോ വിഷമം വരുമ്പോഴും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അത് ഉൾക്കൊള്ളുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും ഉൾക്കൊള്ളുന്നത്, എനിക്ക് ഇതിൽ നിന്ന് എന്തൊരു പാഠം പഠിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാക്കി തരുവാണ് ഭഗവാൻ എന്ന്. അല്ലാതെ ഒരിക്കലും ഒരു പരാതി പറച്ചിലോ അതിനകത്ത് പരിഭവങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ. പക്ഷേ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ സ്റ്റാർട്ടിങ് ഒക്കെ നമ്മളെപ്പോഴും ഭഗവാനൊന്നും കാണുന്നില്ലേ, അറിയുന്നില്ലേ, ഭഗവാനെ എന്തിനാ ഞാനിങ്ങനെ വിളിക്കുന്നേ, എൻ്റെ കൂടെ ഇല്ലേ ഭഗവാൻ എന്നൊക്കെ എപ്പോഴും പരിഭവം പരാതിയും മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പരാതിയെ കാണത്തില്ല ഭഗവാനോട്. അപ്പോൾ ഭഗവാനിലേക്ക് നമ്മളങ്ങ് അലിഞ്ഞു ചേർന്ന ഒരു നിമിഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ഭഗവാൻ നമുക്ക് തന്നാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. അതിൽ നിന്ന് നമ്മൾ വേദനയാണെങ്കിലും നമ്മളതിൽ നിന്ന് അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി ഇനി അങ്ങനൊരു കാര്യം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. ഓരോ ദിവസവും രാവിലെ നമ്മൾ കിടക്കയിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഉള്ളിൽ പ്രാർത്ഥിക്കും. നമ്മുടെ ഉള്ളിൽ അങ്ങനെ വരൂ, എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതേപോലെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്ന ഒരു നിമിഷത്തിലേക്കായിരിക്കും നമ്മളെ ഡിവൈൻ കൊണ്ടുപോകുന്നത്. അത്രമാത്രം നമ്മൾ ഭഗവാനിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്. നമ്മളെക്കൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാവരുതെന്ന് ഒരു ചിന്ത വരുന്നത്. അത് പൂർണ്ണമായ ഒരു സമർപ്പണമാണ് ആ ഒരു നിമിഷം എന്ന് വെച്ചാൽ. ആ സമയത്ത് നമുക്ക് തോന്നും ഭഗവാന്റെ മാത്രമാണ് ഞാൻ, അല്ലെ എൻ്റെ മാത്രമാണ് ഭഗവാൻ, അല്ലെങ്കിൽ കാരണം എൻ്റെ കൂടെ ഉള്ള മറ്റുള്ളതൊന്നും അത് എൻ്റെ സ്വന്തമല്ല. ഇപ്പം നമ്മൾ ആ ടൈമിൽ ചിന്തിക്കുന്നത് ഞാനും എൻ്റെ ഭഗവാനും എന്ന് വെച്ചാൽ ഭഗവാന് വേറെ ആരുടെയും ഇല്ല എന്നല്ല, എല്ലാവരുടെയും ആണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു നിമിഷത്തിലേക്കാണ് വരുന്നത്, ഞാനും എൻ്റെ ഭഗവാനും എന്നുള്ള ചിന്തയിലും ആ ടൈമിൽ എത്തും നമ്മൾ. ഈ ഒരു ലാസ്റ്റ് സമയമാകുമ്പോഴത്തേനും ഓരോ ദുഃഖങ്ങളും നമ്മൾ സ്നേഹത്തോടെ കണ്ടു തുടങ്ങും. പിന്നീട് വരുന്ന ഓരോ ദുഃഖങ്ങളും നമ്മൾ അതിലൂടെ ഒരുപാട് സ്നേഹത്തോടായിരിക്കും നോക്കിക്കാണുന്ന ആ ഒരു ദുഃഖങ്ങളൊക്കെ. കാരണം ഭഗവാൻ തരുന്ന ചെറിയ ചെറിയ ആ ഒരു വേദനകളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. ആരോടും പരാതിയൊന്നുമില്ലാതെ, ആരെയും താരതമ്യം ചെയ്യാതെ ഭഗവാൻ തരുന്ന ഓരോ കാര്യങ്ങളും സന്തോഷമായാലും സ്നേഹമായാലും ഇങ്ങനത്തെ ദുഃഖങ്ങളായാലും ഒക്കെ കൈനീട്ടി സ്വീകരിച്ച് അതിൽ നിന്ന് വിഷമമാണെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട്, സന്തോഷമാണെങ്കിൽ അതിൽ സന്തോഷത്തിൽ അല്ലെങ്കിൽ സുഖത്തിൽ നമ്മൾ നല്ല വിനയത്തോടെ ഇരിക്കും. അല്ലാതെ അത് കണ്ട് ഒരുപാട് സന്തോഷിക്കാനും അഹങ്കരിക്കാനും പോകത്തില്ല. ദുഃഖത്തിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. ആ ഒരു എനർജിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ അഹങ്കാരം എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും. നമുക്ക് പിന്നെ ആരോടെയും ഒരു അഹങ്കാരം തോന്നത്തില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മളൊന്ന് ചിരിച്ച് ഒരു ചെറിയൊരു പുഞ്ചിരി കൊണ്ട് അതങ്ങ് മാറ്റും. അല്ലാതെ നമുക്ക് അവരോട് പകയോ അല്ലെങ്കിൽ അതൊരു
വൈരാഗ്യമായിട്ട് മനസ്സിൽ വെക്കുക, അങ്ങനത്തെ ഒരു എനർജിയും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ആർക്ക് നമ്മളെ വേദനിപ്പിക്കാൻ തോന്നിയാലും നമുക്കറിയാം ആ ഒരു ശക്തി, ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മളോടുള്ളത്. അപ്പോൾ അത് കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സൗമ്യമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ ആരുടെയെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തികളോ വാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പുഞ്ചിരിയോടുകൂടി അത് നേരിടുന്നതൊക്കെ അതുകൊണ്ടാണ്. ആ ഒരു മൗനത്തിലേക്ക് നമ്മൾ പോയി തുടങ്ങും. നമ്മുടെ നടപ്പിലും ഇരിപ്പിലും എല്ലാം ആ ഒരു ശക്തി കൂടെ ഉള്ളതായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങും. ഈശ്വരൻ്റെ സാമീപ്യം മാത്രം ആഗ്രഹിച്ച് മുൻപോട്ട് പോകുന്ന സമയമാണ് പിന്നീട് അങ്ങോട്ട്. നമ്മിൽ തന്നെ ലയിപ്പിക്കുന്ന ആ നിമിഷം, പൂർണ്ണതയിലെത്തുന്ന ആ നിമിഷം, വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റാത്ത ആ ഒരു നിമിഷം. ഓം മഹാദേവായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം നമഃ ശിവായ. എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ വീഡിയോ സമർപ്പിക്കുകയാണ്. ഈ ഒരു വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മക്കളെ. ഓക്കെ, താങ്ക് യു.